പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ആത്മമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് രമ്യ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ജെറമ്യ ചാപ്റ്റർ 30 വേഴ്സ് 18. ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. വളരെ അനുഗ്രഹീതമായ ഒരു അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. അവൻ്റെ കൂടാരത്തോട് ദൈവം കരുണ കാണിക്കും. ഇന്ന് അതേ പ്രഭാതത്തിൽ അത് ചിലതിന് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റുക. ഇന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവമക്കളെ സ്തോത്രം ചെയ്യണം. നമ്മുടെ കൂടാരങ്ങളുടെ ചിലരുടെയൊക്കെ പ്രവാസത്തെ ദൈവം മാറ്റും എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ സ്വന്തമല്ലാത്ത കാര്യങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് അടിമകൾ പോലെ ആയിരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ മാറി അവരുടെ പ്രവാസത്തെ മാറ്റി എന്താക്കി മാറ്റും? അവരോട് ദൈവം കരുണ കാണിക്കാൻ പോവുകയാണ്. ചില വിഷയങ്ങളൊന്നും മാറിയ കൊള്ളാം. ചിലരിങ്ങനെ അമർത്തി വെച്ചിരിക്കുന്നത്, അടിമയാക്കി വെച്ചിരിക്കുന്നത്, ചിലരിടത്ത് നിന്ന് ഉയരാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. അതിലെ വാക്കായിരിക്കാം, ചിലരുടെ പ്രവൃത്തിയായിരിക്കാം, ചിലരുടെ ഇടപാടുകളായിരിക്കാം. അതിൽ നിന്നൊക്കെ ഒന്ന് ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സാധിക്കാതെ വീട്ടിലും പുറത്തും ജോലിസ്ഥലത്തും ഒക്കെ എങ്ങനെയായിരിക്കുന്നവരോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കൂടാരങ്ങളെ പ്രവാസം മാറ്റി അവരുടെ നിവാസങ്ങളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കരുണ ആ വിഷയത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങി വസിക്കുക. ഒരു തരത്തിലും നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു വാക്ക് പോലും പുറത്ത് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം? നേരെ നിൽക്കണമെന്ന്. പക്ഷെ സാധിക്കാത്ത വിധത്തിൽ ആരുടെയൊക്കെയോ കരങ്ങൾ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുന്ന ആ അവസ്ഥയെ ഞാൻ മാറ്റുമെന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുക. യാക്കോബിൻ്റെ കൂടാരങ്ങളോട്, അവരുടെ കൂടാരങ്ങൾ മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ കരുണ നിൻ്റെ നിവാസങ്ങളിൽ വെളിപ്പെടും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടും. നിങ്ങളുടെ ആരോഗ്യത്തിൽ വെളിപ്പെടും. നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടും. നിങ്ങളായിരിക്കുന്ന സകല ഇടത്തും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടും. അവൻ്റെ നിവാസങ്ങളുടെ മേൽ എൻ്റെ കരുണ വെളിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ നിവാസങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വരിക. ആരൊക്കെ എത്രയൊക്കെ ശക്തിയോടെ എതിർത്ത് നിന്നാലും ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ നിവാസങ്ങളുടെ മേൽ ഇന്ന് പ്രഭാതത്തിൽ വരും. ഒന്ന് സ്തോത്രം ചെയ്തേ, കരം ഉയർത്തി ആമേൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനോട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനകൾ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.